നമസ്കാരം, BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. ദേശീയ അധ്യാപക അവാർഡ് നേടിയ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ആൻസ്ലെറ്റിന് തൊടുപുഴയിൽ പൗരസ്വീകരണം നൽകി. തൊടുപുഴയിൽ BJP റോഡ് ഉപരോധിച്ചു. മുനിസിപ്പൽ അധികാരികൾ പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചാണ് ഉപരോധം. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഫെഡറൽ ബാങ്ക് ചെയർമാൻ PC സിറിയക് ഉദ്ഘാടനം ചെയ്തു. കോലാനി നെടീശ്വര റോഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മറിഞ്ഞു. യാത്രക്കാരില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. അറക്കുളം FCI ഗോഡൌണിൽ തൊഴിലാളികൾ പണിമുടക്കിയതിനെ തുടർന്ന് ചരക്ക് ഗതാഗതം സ്തംഭിച്ചു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PB ഹരീഷ് കുമാർ നിർവഹിച്ചു. കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ആൻസ്ലെറ്റിന് നഗരസഭയും ലയൺസ് ക്ലബ്ബും എലൈറ്റും സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളും വിവിധ അധ്യാപക സംഘടനകളും സംയുക്തമായി പൗരസ്വീകരണം നൽകി. ദേശീയ അധ്യാപക അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ പ്രണബ് മുഖർജിയിൽ നിന്നും ഏറ്റുവാങ്ങി തൊടുപുഴയിൽ തിരിച്ചെത്തിയ സിസ്റ്റർ ആൻസ്ലെറ്റിനെ തൊടുപുഴ നഗരസഭയും ലയൺസ് ക്ലബ്ബ് എലൈറ്റും സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളും വിവിധ അധ്യാപക സംഘടനകളും സംയുക്തമായി സ്വീകരണം നൽകി. തൊടുപുഴയിൽ എത്തിയ സിസ്റ്ററിനെ അച്ചൻകാവലിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് മുട്ടത്തുവാളയിലും ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് റോയി ലൂക്കും പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നഗരസഭാ ഓഫീസിന് മുമ്പിൽ എത്തിയ സിസ്റ്റർ ആൻസ്ലെറ്റിനെ നഗരസഭാ ചെയർമാൻ TJ ജോസഫ് ബൊക്കെ നൽകി സ്വീകരിച്ചു. സ്കൂൾ ലീഡർ മീര രാജേഷ് ഹാരം അണിയിച്ചു. തുടർന്ന് ഘോഷയാത്രയായി മുനിസിപ്പൽ മൈതാനിലേക്ക് സിസ്റ്റർ ആൻസ്ലെറ്റിനെ ആനയിച്ചു. മുനിസിപ്പൽ വേദി നടന്ന സ്വീകരണ യോഗം ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലെ സിസ്റ്റർ ആൻസ്ലെറ്റിന് ദേശീയ അവാർഡ് ഇന്നലെ ഈ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല തൊടുപുഴയിലെ ജനങ്ങളുടെ ആഹ്ലാദത്തിന്റെ ഒരു ദിനമായിരുന്നു ഇന്നലെ. അലിഗഡ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ PK അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മോനിപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബ്ലി സാഹിബ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, കൗൺസിലർമാരായ പ്രൊഫസർ ജെസി ആന്റണി, R ഹരി, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് റോയി ലൂക്ക്, HM ഫോറം സെക്രട്ടറി ജെയിംസ് മാളിയേക്കൽ, ദേവസ്യാശൻ PM തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളും കമാനങ്ങളും സെപ്റ്റംബർ 15-നകം നീക്കം ചെയ്യണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതനുസരിച്ച് നഗരസഭാ ഉദ്യോഗസ്ഥർ ബോർഡുകൾ നീക്കം ചെയ്യുന്ന ജോലി ആരംഭിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് BJP നേതാക്കൾ രംഗത്തെത്തിയത് സംഘർഷത്തിനിടയാക്കി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൊടികളും ബോർഡുകളും മാത്രമാണ് അധികൃതർ നീക്കം ചെയ്തതെന്നും ഇത് വർഗീയമാണെന്നും നേതാക്കൾ ആരോപിച്ചു. മറ്റ് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെയും മറ്റും ബോർഡുകൾ നീക്കം ചെയ്യാത്തത് പക്ഷപാതപരമാണെന്നും നേതാക്കൾ പറഞ്ഞു. തുടർന്ന് BJP നേതാക്കൾ തൊടുപുഴയിൽ റോഡ് ഉപരോധിച്ചു. വനഭൂമി കയ്യേറാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കയ്യേറുന്നവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സർക്കാർ തയ്യാറാക്കിയ കർമ്മപദ്ധതിയിന്മേലുള്ള ശില്പശാലയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജെയിംസ് വർഗീസ്, ഡയറക്ടർ P ശ്രീകണ്ഠൻ നായർ, UNDP പ്രതിനിധി പ്രമോദ് കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കർക്കശമായിട്ടുള്ള നിലപാടെടുക്കേണ്ടി വരും.
ആരുടെ സപ്പോർട്ടുണ്ടെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള നടപടി കാര്യത്തിലെടുക്കേണ്ടി വരും. ജനങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പിന്തുണ ലഭിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് നമ്മുടെ വനസംരക്ഷണ രംഗത്ത് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ നേട്ടം, അത് നമുക്ക് എന്ത് വില കൊടുത്തും നില നിർത്തിയേ മതിയാവും. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനും വളരെ കരുതലോടുകൂടി മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. പരിസ്ഥിതിയെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. എമർജിംഗ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ UGCയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി നടത്തുന്ന ദേശീയ സെമിനാർ ആരംഭിച്ചു. ഇന്ത്യൻ മൂലധന ചരക്ക് വിപണിയിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മുൻ റബ്ബർ ബോർഡ് ചെയർമാനും ഫെഡറൽ ബാങ്ക് ചെയർമാനുമായ PC സിറിയക് ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഫ്രാൻസിസ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ് പ്രസംഗിച്ചു. കൊമേഴ്സ് വിഭാഗം തലവൻ പ്രൊഫസർ KM തോമസ് സ്വാഗതവും കോർഡിനേറ്റർ ഡോക്ടർ ജോൺസൺ വർഗീസ് നന്ദിയും പറഞ്ഞു. Any project. What exactly is the stock exchange? How many of you children have heard about the stock exchange? The students. You are all heard of. Very good, very good. A platform where projects can be presented and money can be raised. And money can be raised in different ways. Maybe part of share capital, new issue of shares. That is the primary market. And then secondary market, the existing. നെടിയശാലയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നതാണ് അപകട കാരണം. യാത്രക്കാരില്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കി. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തൊടുപുഴ പോലീസും കരിങ്കുന്നം പോലീസും എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൊടുപുഴയിൽ നിന്നും ക്രെയിൻ എത്തിയാണ് ബസ് ഉയർത്തിയത്. പുതിയ ഉന്നത വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കുന്നതിനെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് പറഞ്ഞു. സർവകലാശാല നയത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വൈസ് ചെയർമാൻ TP ശ്രീനിവാസൻ, മെമ്പർ സെക്രട്ടറി P അൻവർ, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം CA അബ്ദുൾ റഹ്മാൻ, N വീരമണികണ്ഠൻ എന്നിവർ സംബന്ധിച്ചു. തൊടുപുഴയിൽ വാഴ്ത്തപ്പെട്ട മദർ തെരേസ ദേവാലയത്തിൽ മദർ തെരേസയുടെ ജന്മദിനാഘോഷവും തിരുനാളും നടത്തി. വിജയപുരം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പോത്തിങ്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ ജോൺസൺ ചാലുമാട്ടുതറയിൽ, സേവിയേഴ്സ് ഹോം ഡയറക്ടർ ഫാദർ മാത്യു ജെ കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കരാർ തൊഴിലാളികൾ പണിമുടക്കിയതിനെ തുടർന്ന് അറക്കുളത്തുള്ള FCI ഗോഡൌണിൽ നിന്നും ചരക്ക് നീക്കം നിലച്ചു. ഇത് റേഷൻ വിതരണത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. കരാർ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് FCI ഗോഡൌണിൽ ചരക്ക് നീക്കം നിലച്ചു. ലോഡ് കണക്കിന് അരിയും ഗോതമ്പും കെട്ടിക്കിടക്കുകയാണ്. ജോലിയിലെ വ്യവസ്ഥ സംബന്ധിച്ച് തൊഴിലാളികളും കരാറുകാരനും തമ്മിലുണ്ടായ തർക്കമാണ് പണിമുടക്കിലെത്തിയത്. ഇന്നലെ രാവിലെ മുതൽ 35ഓളം കയറ്റിറക്ക തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതുമൂലം ജില്ലയിലെ 14 റേഷൻ ഹോൾസെയിൽ ഡിപ്പോകളിലേക്കുള്ള അരിയുടെയും ഗോതമ്പിന്റെയും വിതരണം അവതാളത്തിലായി. 1999 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അറക്കുളം ഗോഡൌൺ നിലവിൽ വന്നത്. മറ്റു ഗോഡൌണുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ചരക്ക് കയറ്റിറക്ക് നടത്തുന്നത് കരാർ തൊഴിലാളികളാണ്. മറ്റ് സ്ഥലങ്ങളിൽ തൊഴിലാളികൾക്ക് കോർപ്പറേഷൻ നേരിട്ട് ശമ്പളം നൽകുമ്പോൾ അറക്കുളത്ത് കരാറുകാർ മുഖേനയാണ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നത്. ചാക്കൊന്നിന് നിശ്ചിത തുക കമ്മീഷൻ കിഴിച്ചാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. 2 വർഷത്തെ കരാറാണ് കോർപ്പറേഷൻ നൽകുന്നത്. കോട്ടയം കുമ്മനം സ്വദേശി നൌഷാദാണ് നിലവിലെ കരാർ. പാറത്തോട് സ്വദേശിക്ക് ചൈനക്കാരി വധുവായി. പാറത്തോട് സ്വദേശി മറ്റത്തിൽ രാജപ്പൻ ശ്യാമളകുമാരി ദമ്പതികളുടെ മകൻ ബിനുമോനാണ് ചൈനക്കാരി യാൻ യുവാൻ ചെന്നിന് മിന്നു ചാർത്തിയത്. തൊടുപുഴ ഉത്രം റെസിഡൻസിയിൽ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഹിന്ദു മതാചാര പ്രകാരമായിരുന്നു വിവാഹം. ആംഗോ എനർ ടെക്നോളജീസ് എന്ന പേരിൽ ചൈനയിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ ബിസിനസ് നടത്തുകയാണ് ബിനുമോൻ. കല്യാണ പാട്ടുപാടി ഉണർത്താം
ചുവടുവെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ട് നേരാം ആശംസ ചുവടുവെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ട് നേരാം ആശംസ. തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടന്ന സെരാ മറിയം ബിന്നിയുടെ ചിത്രപ്രദർശനം മന്ത്രി ജയലക്ഷ്മി സന്ദർശിച്ചു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിലെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PB അരീഷ് കുമാർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിറ്റി പയസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ബ്ലോക്ക് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെർലി റോബി നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ബഷീർ, ആനീസ് ജോജോ, CV ജോർജ്, ബൈജു ജേക്കബ്, MN വിജയൻ, ജോയി ജോസഫ്, PS ശ്രീനിവാസൻ, ഗീത പ്രസന്നൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വളരെ ഉത്സാഹഭരിതരായിരിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ സാറിലൂടെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ഈ ജില്ലയിൽ തന്നെ സ്കൂളിന് പഞ്ചായത്തിന്റെ വിട്ടുകിട്ടിയ സ്കൂൾ, അത് പഞ്ചായത്തിന്റെ. കാലം മാറി കാക്കയും. വീടുകളിലും പറമ്പുകളിലും ചിക്കിച്ചികഞ്ഞ് നടന്നിരുന്ന കാക്കകൾക്കും ഇപ്പോൾ പ്രിയം റെഡിമെയ്ഡ് ഫുഡിനോട്. ആരോ ഉപേക്ഷിച്ചു പോയ പ്ലാസ്റ്റിക് കവറിൽ ഭക്ഷണം തിരയുന്ന കാക്ക. VBC ഓഫീസിന് സമീപത്തു നിന്നുള്ള ഒരു ദൃശ്യം. ശ്രീ മൂകാംബിക ലക്കി സെന്റർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള സർക്കാരിന്റെ ബമ്പർ മുൻ വിജയി അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. കേരള സർക്കാരിന്റെ എല്ലാ ലോട്ടറികളും ശ്രീ മൂകാംബിക ലക്കി സെന്ററിൽ ലഭിക്കും.